ഹരിയാനയുടെ സമസ്ത വികസനം ലക്ഷ്യം വെച്ച് ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. ലഡോ ലക്ഷ്മി യോജന പ്രകാരം സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപയുടെ ധനസഹായം ലഭിക്കും. അഗ്നിവീർ സേവനം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് സർക്കാർ ജോലി, 2 ലക്ഷം യുവാക്കൾക്ക് സർക്കാർ ജോലി തുടങ്ങി ജനപ്രിയ പ്രഖ്യാപനങ്ങളടങ്ങിയ പ്രകടന പത്രിക പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയാണ് പ്രകാശനം ചെയ്തത്. അഗ്നിവീറുകൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കുമെന്നും 24 നാണ്യവിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. സർക്കാർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന SC, OBC വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കോളേജുകളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം സ്കൂട്ടറും നൽകും. സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ലഡോ ലക്ഷ്മി യോജന പ്രകാരം പ്രതിമാസം 2100 രൂപയുടെ ധനസഹായം, ചിരയു ആയുഷ്മാൻ പദ്ധതി പ്രകാരം പ്രതിവർഷം ലഭിക്കുന്ന 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ 10 ലക്ഷം രൂപയായി ഉയർത്തും. അന്ത്യോദയ BPL കുടുംബങ്ങൾക്ക് 500 രൂപയ്ക്ക് LPG സിലിണ്ടറുകൾ നൽകുന്നത് തുടരും. BJP ഭരണകാലത്ത് ഹരിയാന പുരോഗതിയുടെ പാതയിലാണെന്ന് റോഹ്തക്കിൽ നടന്ന പ്രകടന പത്രിക അനാച്ഛാദന ചടങ്ങിൽ പാർട്ടി അധ്യക്ഷൻ JP നദ്ദ ചൂണ്ടിക്കാട്ടി. और इसीलिए हम लोगों ने तय किया है कि सभी महिलाओं को लाडो लक्ष्मी योजना के तहत वित्तीय सहायता प्रदान करने के लिए प्रति माह 2100 रुपए का 2100 रुपए का सहायता प्रदान की जाएगी. उसी तरीके से IMT खरखोदा के तर्ज पर 10 अत्याधुनिक यानी मोस्ट मॉडर्न इंडस्ट्रियल शहर बनाए जाएंगे और 50,000 से ज्यादा युवा जो आसपास के गांव के होंगे उनको उद्यमियों से बातचीत करके उनको वहां पर रोजगार दिया जाएगा, इसकी व्यवस्था की जाएगी. इसी तरीके से चिरायु आयुष्मान में जो आपको 5 लाख रुपए प्रति वर्ष मिलता है उसको 10 लाख रुपए कर दिया जाएगा. प्रति वर्ष 10 लाख रुपए आपको दिया जाएगा. മുഖ്യമന്ത്രി നയാബ് സിംഗ് സയാനി, കേന്ദ്രമന്ത്രിമാരായ മനോഹർലാൽ ഖട്ടാർ, റാവു ഇന്ദ്രജിത് സിംഗ്, KP ഗുർജാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 90 നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ അടുത്ത മാസം 5-നാണ് വോട്ടെടുപ്പ്. ഒക്ടോബർ 8-ന് ഫലം പ്രഖ്യാപിക്കും. ജനം, ഡൽഹി.